ലവ്ലി, വാട്ട് ആർ യു ഡൂയിങ്? സാരി എടുത്തിട്ടാണോ സൈക്കിൾ ചവിട്ടുന്നത്? കാട്ടിലും കോഴിയുണ്ട് സാറേ. ഞാൻ MG യൂണിവേഴ്സിറ്റി സൈക്ലിംഗ് ചാമ്പ്യൻ ആണ് 2002. ഇതെന്താ ഇങ്ങനെ? ഇത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു. നോക്ക്, എന്റെ ചേട്ടൻ ഭയങ്കര ലുക്കാണല്ലോ. അതെ, ഏട്ടനൊരു പഠിപ്പിച്ചായിരുന്നു. പക്കാ ബുജ്ജി. 10th കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ തീരുമാനിച്ചിരുന്നു IIT എഞ്ചിനീയറിംഗ്, IIM MBA, ഏതെങ്കിലും ഒരു ലീഡിംഗ് ഇന്റർനാഷണൽ കമ്പനി 2 വർഷം ജോലി, പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം ഏട്ടന്റെ കമ്പനിയുടെ 1 year സക്സസ് പാർട്ടി ആയിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഏട്ടനറിയായിരുന്നു അടുത്ത 10 വർഷത്തേക്ക് എന്താ വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ ഇത് എലക്ടീവ് എടുക്കണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. എന്റെ ബ്രേക്കിനെന്തോ പറ്റി. എന്ത് പറ്റിയെന്നോ? നിനക്ക് സൂചി പേടിയാണെന്ന് അവളോടങ്ങ് പറഞ്ഞ പോരായിരുന്നു. എന്തേ പറയാൻ പറ്റില്ലേ? എടാ, ഈ എന്നെ കണ്ട നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സൂചി പേടിയാണെന്ന്? അപ്പൊ അല്ലേ? ആണ്. എന്നാ പിന്നെ വാദം പറഞ്ഞുകൂടാ ടാറ്റു പിടിക്കാൻ താല്പര്യം. എടാ, ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. ഒരു ഗേൾ ഫ്രണ്ട് ആകുമ്പോഴേ നിനക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അപ്പോഴത്തേക്കും തുടങ്ങിക്കോളും. പ്രാക്ടീസ് ചെയ്യുമെന്നും പറഞ്ഞോണ്ട് ഇവന്റെ പറച്ചിലെടുത്തൊന്നും ആ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുവാണെന്ന്. സത്യം പറയടാ, നിനക്ക് ഇഷ്ടമാണോ ഞങ്ങളുടെ പാട്ട്? സത്യം പറയണോ? ആ, പെറ്റ തള്ള സഹിക്കത്തില്ല. എടാ, ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കലും ഒക്കെ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവന്മാര് നിന്നെ കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് വേണ്ടി നിർത്തി പോടാ. എടാ ദേവിക, എന്നെ കണ്ട ടൈം മുതൽ ഞാൻ ഇങ്ങനൊക്കെയാ. റോക്ക് ബാൻഡും ക്രൗളിങ്ങും കുറെ കറുത്ത ടീഷർട്ടും കോപ്പും. പെട്ടെന്നൊരു ദിവസം എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവളെന്ത് വിചാരിക്കും? അവളെ എന്ത് വിചാരിക്കാനാടാ? ഓ പിന്നെ നിന്റെ ഈ കറുത്ത ടീഷർട്ടിന് വേണ്ടിയല്ലേ അവളെ നിന്നെ ഇഷ്ടപ്പെട്ടത്? എടാ, ഇത്രയും സില്ലി കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നീയൊക്കെ എന്നാ കോപ്പിലെ റിലേഷൻഷിപ്പിലാ. ദേവിക അവളൊരു പാവല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. നീ ഓരോന്ന് ആലോചിച്ചു വിട്ടു. നിങ്ങൾ വരുന്നില്ലേ? നീ വിട്ടോ, ഞങ്ങൾ എത്തിയേക്കാം. എടാ, ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടിയുടെ ടയർ ഞാൻ സ്വയം കുത്തി പൊട്ടിക്കണോ? എടാ, ഇപ്പോഴാണ് ഒരു ടയർ മാത്രം മാറ്റിയാൽ മതി. വെച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ വണ്ടിയോടെ മാറ്റേണ്ടി വരും. ടയർ മാറ്റി? എന്ത് ഈ ടയറിനെന്താ കുഴപ്പം?